ആലപ്പുഴ വലിയഴീക്കൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറിലുള്ളത് കോട്ടൺ മാത്രമെന്ന ഔദ്യോഗിക സ്ഥിരീകരണം. കസ്റ്റംസ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കടൽ ജലത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യമില്ലെന്ന് കണ്ടെത്തിയാൽ മാത്രമേ തോട്ടപ്പള്ളി പൊഴി ഉൾപ്പെടെ തുറക്കുകയുള്ളൂ. രാവിലെ 6:30യോടെയാണ് ആറാട്ടുപുഴ പഞ്ചായത്തിലെ വലിയഴീക്കലിൽ തീരത്ത് കണ്ടെയ്നർ അടിഞ്ഞത്. 2 കണ്ടെയ്നറുകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. തീരത്തെ കടൽഭിത്തിയിൽ ഇടിച്ചു തകർന്ന അവസ്ഥയിൽ ഇതിനുള്ളിൽ നിന്നും ഓറഞ്ചും വെള്ളയും നിറങ്ങളിലുള്ള പാക്കറ്റുകൾ പുറത്തേക്ക് വന്നു. മന്ത്രി പി പ്രസാദും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ജനങ്ങളെ 200 മീറ്റർ അകലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഉച്ചയോടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കണ്ടെയ്നറിനുള്ളിലുള്ളത് തുണി നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളെന്ന് മന്ത്രിയുടെ സ്ഥിരീകരണം. ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ടില്ല. ഈ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നത് പൂർണ്ണമായും കോട്ടൺ തന്നെയായിരുന്നു. അത് നമുക്ക് ഏതൊരാൾക്ക് നോക്കിയാലും മനസ്സിലാവുന്ന തരത്തിലാണ്. അതുകൊണ്ട് അതെല്ലാം നോക്കി കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ വീണ്ടും അത് പരിശോധിച്ചു. കണ്ടെയ്നറിന്റെ നമ്പർ അനുസരിച്ച് അവർക്ക് ആൾറെഡി അത് ഉറപ്പായിരുന്നു. ശക്തമായ മഴയും കടൽക്ഷോഭവും നിലനിൽക്കുന്ന ജില്ലയിൽ തോട്ടപ്പള്ളി പൊഴി തുറക്കാനാവാത്തത് കുട്ടനാട്ടിലെ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് പ്രതിസന്ധിയാകും. തോട്ടപ്പള്ളി, അമ്പലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച കടൽ ജലത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യമില്ലെന്ന് കണ്ടെത്തിയാൽ മാത്രമേ തോട്ടപ്പള്ളി പൊഴി തുറക്കൂ. 24 ആലപ്പുഴ.